ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അച്ചാച്ചൻ ഇവിടെ ഇരിക്കുന്നു. അച്ചാച്ചൻ്റെ പണിയിൽ മുഴുകിയിരിക്കുകയാണ്. ചക്കക്കുരു പൊളിക്കുക എന്നുള്ളത് നമ്മുടെ അച്ചാച്ചന് പറഞ്ഞിട്ടുള്ള ഒരു ജോലിയാണ്. അച്ചാച്ചന് ചെയ്യാൻ പറ്റുന്ന ജോലി. ചക്കക്കുരു കുറച്ച് പൊളിച്ച് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോഴേ അച്ചാച്ചൻ്റെ ഇരുന്ന് പൊളിച്ച് തരും. പിന്നെ അതുപോലെ വെളുത്തുള്ളിയാണെങ്കിലും വെളുത്തുള്ളിയും പൊളിച്ച് തരും. അതൊരു പാത്രത്തിനകത്തിട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എളുപ്പമാണ്. ഇപ്പോൾ കുറച്ച് നാളായി ഞാൻ പറയാറില്ല. എന്നാലും ഇവിടെ 1/2 കിലോ വെളുത്തുള്ളി മേടിച്ചത് ഇരിപ്പുണ്ട്. നമ്മൾ അന്ന് കൊട്ടപ്പാക്ക് കൊണ്ടുപോയപ്പം വെളുത്തുള്ളി കൊണ്ടുവന്നായിരുന്നല്ലോ, അതിരിപ്പുണ്ട്. പൊളിച്ച് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ കണിശമായിട്ടും തരും. പക്ഷേ ഇനി പറയണമെന്ന് എനിക്കറിയത്തില്ല. കൊതുകുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, പറക്കുന്ന. അച്ചാച്ചൻ്റെ പുറത്തെങ്ങാണ്ടൊന്ന് കടിച്ചിട്ട് പോയി അച്ചാച്ചൻ ചൊറിയുന്നു. പിന്നെ അതൊക്കെ ഇന്നത്തെ. പിന്നെ അജുമോനാണെങ്കിൽ പോകുന്ന വഴിക്കുമെന്ന് ഇതുപോലെ ചെടികൾ ഇവിടെ നേരത്തെ ഇതുപോലത്തെ 7 കളറുണ്ടായിരുന്നു. നല്ല രസമാണ് അത്. പിന്നെ അത് കൊണ്ടുവന്നതുകൊണ്ട് അവിടെ വെച്ചേക്കുന്നുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ അജുമോൻ രാവിലെ ഒരു കുറച്ച് ചോറും അതൊക്കെ വെച്ച് പുട്ടും ബീഫ് കറിയായിരുന്നു. ഇന്നലെ വെച്ച് ബീഫ് കറിയും പുട്ടുമായിരുന്നു ഇന്ന് കൊടുത്തു വിട്ടത്. പിന്നെ അതുകൊണ്ട് ചീമച്ചക്ക കൊണ്ടുവന്ന് വെച്ച് കുറച്ച് ദിവസമായി. ഇതിന് കടച്ചക്കയെന്നും പറയും. കേടായി പോകുന്നതിന് മുമ്പ് അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ച് നമുക്കിന്നൊരു ചീമച്ചക്കക്കറി ഉണ്ടാക്കാം. പിന്നെ ഇന്നലെ വൈകിട്ട് ഞാൻ തുണികളൊക്കെ കഴുകി ഇട്ടതായിരുന്നു. അതുകൊണ്ട് കിടക്കുന്നത്. തുണികളൊക്കെ കഴുകി അവിടെ ഇട്ടിട്ടുണ്ട്. പിന്നെ അങ്ങനെയൊക്കെ ഇന്നത്തെ വിശേഷങ്ങളെല്ലാം. പിന്നെ ഞാൻ മുറ്റത്തോട്ടൊന്ന് ഇറങ്ങിപ്പോയിട്ട് നമുക്കിതൊന്നും ഉണ്ടാക്കണം, ഈ കറി കേട്ടോ. നമുക്കെല്ലാവർക്കും കൂടെ ഈ കറിയൊന്നും ഉണ്ടാക്കണം. പിന്നെ അതുപോലെ ഞാനാണെങ്കിൽ ഇന്ന് താഴോട്ടൊന്ന് ഇറങ്ങിപ്പോയിട്ട് അതുകൊണ്ട് കുറച്ച് ജാതിപത്രി കിട്ടി. ജാതിപത്രിയും കിട്ടി. പിന്നെ ജാതിപത്രി ഞാനിവിടെ ഇങ്ങനെ പൊളിച്ച് നമ്മളിത് വെച്ചിട്ടാണ് എന്നും വെള്ളം തിളപ്പിക്കുമല്ലോ നമ്മൾ കുടിക്കാൻ. അപ്പോൾ നമ്മൾ ഇതിനകത്താണ് ഇതിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിക്കുന്നത് കേട്ടോ. ജാതിപത്രി ഇല്ലെങ്കിൽ നമ്മൾ ജാതി ഇല പറിച്ചിടും. എങ്ങും പോകണ്ടാണ്ട് ഈ മുറ്റത്ത് നിന്നിട്ട് തന്നെ നമുക്ക് പറിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ചൈനീസ് ബോൾസ് നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടോ? ഇവിടെ ഒരുപാട് കളർ നേരത്തെ ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ചെടി നടിയിലൊന്നുമില്ല. എനിക്ക് വയ്യ. അതുമാത്രമല്ല, നമ്മുടെ മുറ്റം ഞാൻ പറഞ്ഞില്ലേ 10-13 മൂട് ഇതൊക്കെ നടത്തുള്ളെന്ന് പറഞ്ഞില്ലേ. ചീനിയൊക്കെ അച്ചാച്ചൻ നടുവായിരുന്നു എന്ന് പറഞ്ഞില്ലേ, കപ്പ. അപ്പോഴാണെങ്കിൽ 13 മൂടെന്ന് പറഞ്ഞത് ഈ വീട്ടിലാണേ കേട്ടോ. ഈ വീട്ടിലാണ് 13 മൂട് നടുവെന്ന് പറഞ്ഞത്. നമ്മൾ വിറ്റിട്ട് വന്നിടത്ത് 13 അല്ല 300 അല്ല, ഇഷ്ടം പോലെ നടും. നമുക്ക് മുരിപ്പിന് അയ്യവെന്നും പറഞ്ഞുകൊണ്ട് നമ്മളിവിടെ പറമ്പിന് അയ്യവെന്ന് പറയും. അപ്പം മുരിപ്പിന് അയ്യവെന്നും പറഞ്ഞ് നമുക്ക് കുറച്ച് സ്ഥലമുണ്ട്. നമ്മുടെ റബ്ബറിന് അവിടെ നിന്ന് മേപ്പോട്ട് പാറയുടെ ഭാഗത്ത് ഉള്ള കുറച്ച് സ്ഥലം. അവിടെ ആണെങ്കിൽ കറുത്ത കട്ടനെന്നും വെള്ളക്കട്ടൻ എന്നൊക്കെ പറയുന്ന കപ്പയായിരുന്നു ഇടുന്നത്. അതിന് കട്ടുള്ളതാണ്. അത് 3-4 വെള്ളം നമ്മൾ ഊറ്റണം. ഒരുപാട് വേവത്തില്ല. ഇങ്ങനെ ഓരോന്നായിട്ട് പറക്കി തിന്നാനൊക്കെ നല്ലതാണ്. അതിങ്ങനെ വാട്ടിയും അല്ലാതെ എല്ലാം നമ്മൾ വെള്ളയ്ക്ക് ഉണങ്ങുകയെന്ന് പറയും. എന്നിട്ട് നമ്മൾ വെള്ളയ്ക്ക് ഉണങ്ങി കഴിഞ്ഞിട്ട് അത് ഉണക്കി നമ്മൾ വാരി വെച്ചേക്കും. എന്നിട്ട് നമ്മളത് പത്തായത്തിലൊക്കെയാണ് ഇട്ട് വെക്കുന്നത്. ഇവിടെ പത്തായമൊക്കെ നമ്മൾ പൊളിച്ച് ഇവിടെ കൊണ്ടുവന്നായിരുന്നു നമ്മുടേത്. പക്ഷേ ആ പത്തായമൊക്കെ അപ്പുറത്തെ ഒരു മുറിക്കകത്ത് നമുക്കറിയത്തില്ലായിരുന്നു അവിടെ ചോരുമെന്നൊന്നും. അതിനകത്ത് നമ്മൾ ഒരു തേക്ക് തടിയും വെട്ടി അതിനെല്ലാം 5-6 സാധനം ഉണ്ടാക്കാനായിട്ട് ഒരു കണ്ണാടി അലമാരി, ഒരു സൈബോർഡെന്ന് പറഞ്ഞിട്ട് അച്ചാച്ചൻ എന്നും ആഗ്രഹമായിരുന്നു. മേശയുടെ 2 സൈഡിലും നടുക്കും ട്രോ, പിന്നെ 2 സൈഡിലും ട്രോയുള്ള താഴോട്ട് 3-4 ട്രോ വെച്ചുള്ള ഇത് പണിയാനായിട്ട് അച്ചാച്ചന് ആഗ്രഹമായിരുന്നു. അതും നമുക്ക് പണ്ട് മുതലേ ഞാൻ 5-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് നമുക്ക് ഡൈനിങ് ടേബിൾ പണിതതാണ്. അതാ ഇവിടെ ഇപ്പോഴും കിടക്കുന്നത്. അതുപോലത്തെ വേറെ നമ്മൾ നമുക്ക് ഇങ്ങനെ അത് ഡൈനിങ് ടേബിളിൻ്റെ പുറം ഭാഗം ഇങ്ങനെ തിരിയുന്ന സൈസ് ഇറങ്ങി. അപ്പം മുതൽ അച്ചാച്ചന് അങ്ങനെ പുതിയതൊക്കെ ഇറങ്ങുമ്പോൾ എല്ലാം പണിയിപ്പിക്കണമെന്നുള്ള ആഗ്രഹം. നമ്മളായിട്ട് ഇവിടെ ഒന്നും മേടിച്ചിട്ടില്ല. അച്ചാച്ചൻ ഉണ്ടാക്കിയ സാധനങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ നമ്മുടെ വീട്ടിൽ. അപ്പോൾ പണ്ട് ഉണ്ടാക്കിയ സാധനങ്ങൾ പിന്നെ അങ്ങ് ഒന്നും പണിയിപ്പിച്ചിട്ടില്ല. അത് അങ്ങനെ അപ്പം അച്ചാച്ചന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനത്തെ ഒരെണ്ണം പണിയണമെന്നും. കട്ടിലിനും എല്ലാം കൂടെയുള്ള വലിയൊരു തേക്ക് വെട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ച്. അതും നമ്മുടെ പത്തായം എല്ലാം കൂടെ കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷേ മൊത്തവും ഇതായിപ്പോയി, ചെതല് കയറിപ്പോയി. അതുകൊണ്ട് നമ്മുടെ മാങ്കോസ്റ്റിനയിലെല്ലാം മാങ്കോസ്റ്റിക്ക ഉണ്ടായി നിൽക്കുന്നത് കണ്ടോ.
നമ്മൾ മാങ്കൂസ്റ്റീൻ എന്നൊന്നും പറയാറില്ല, മാങ്കൂസ്തി എന്ന് പറയുന്നത് പണ്ട് മുതലേ. ഇത് ഞങ്ങളുടെ അമ്മച്ചിയുടെ അപ്പച്ചിയുടെ വീട്ടിലുണ്ടായിരുന്നു. ഞങ്ങളുടെ വിദ്യാച്ചാച്ചൻ്റെയും മണിക്കുഞ്ഞമ്മയുടെയൊക്കെ വീട്ടിൽ പിന്നെ അവിടെ ഉണ്ടായിരുന്നത് ഇഷ്ടം പോലെ. ഞങ്ങൾ കൊച്ചുനാളിൽ കൊച്ചു പിള്ളേർ പോയിരുന്നു, അവിടെ പോയിരുന്നു പറിച്ച് തിന്നുമായിരുന്നു. വലിയ മരമായിട്ട്. പിന്നെ നമ്മുടെ പാർവേലിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഒരു വീടുണ്ട്, അവിടെ ആണെങ്കിൽ ഇഷ്ടം പോലെ മാങ്കൂസ്റ്റിന് ഇഷ്ടം പോലെ ഉണ്ട്. ഞങ്ങളവിടെ പാല് കൊടുക്കാൻ പോകുമ്പം ഇഷ്ടം പോലെ ഞങ്ങൾക്കത് തരുമായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഈ വയലറ്റ് ചേമ്പുണ്ടോ? വയലറ്റ് തണ്ടുള്ള ചേമ്പ് ഇവിടെ ഒത്തിരി ഉണ്ടായിരുന്നു. അച്ചാച്ചൻ പിഴുത എല്ലാവർക്കും കൊടുത്തു. ഇപ്പോൾ നമുക്ക് കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ പുറവും ഒരുമാതിരി വയലറ്റ് ഒരു കളർ പോലെ അതിൻ്റെ ഇതിരിക്കുന്നത്, അതിൻ്റെ ചേമ്പും വിത്തിരിക്കുന്നതും അങ്ങനെ. പിന്നെ നല്ല രസമാണ്, നല്ലതാണ് തിന്നാൻ കേട്ടോ, പുഴുങ്ങി തിന്നാനൊക്കെ നല്ലതാണ്. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ നമുക്കൊരു ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കാം. നിങ്ങളെല്ലാവരും കഴിച്ചോ? അജിമോൻ രാവിലെ പുട്ട്, ഞങ്ങളെല്ലാവരും എന്നും ഇവിടെ പുട്ടിൻ്റെ ആൾക്കാരൊന്നുമല്ല, അവൻ ഇഷ്ടമുള്ളത് കൊണ്ടങ്ങ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. നേരത്തെയൊക്കെ എന്നും ദോശയൊക്കെ ആയിരുന്നു കേട്ടോ, അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാര്യം. അപ്പോൾ നമുക്ക് പിന്നെ ഇത് പന്നലായി പോയാലോ വെച്ചിരുന്ന് കഴിഞ്ഞാൽ നല്ലതായത്. കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കറിയൊന്നും ഉണ്ടാക്കാം. ഇന്നത്തെ കാലാവസ്ഥ ഒരു മഴയുള്ള ഒരു കാലാവസ്ഥയാണ്. അങ്ങ് മഴ പെയ്യുകയോ തോരുകയോ എല്ലാം ചെയ്ത് ഇങ്ങനെ അങ്ങ് നിൽക്കുവാണേ. അപ്പം ഞാൻ വേണ്ട പിന്നെ നമ്മുടെ ചീമച്ചക്കക്കറി അല്ലെങ്കിൽ കടച്ചക്കക്കറി ഉണ്ടാക്കാനായിട്ട് പിന്നെ ഒരു തേങ്ങ അതാണ്ട് കൊണ്ട് വെച്ചേക്കുന്നത്. ഇതിനി ഒന്ന് പൊതിച്ചിട്ട് നമുക്കിതൊന്ന് വറുത്തെടുക്കാം. തേങ്ങ തിരുമിയിട്ടേ എല്ലാം കൂടെ ഒന്ന് വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇച്ചിരി ചീമച്ചക്കക്കറി ഉണ്ടാക്കാം. ഞാൻ ആടിനെ അഴിച്ച് കൊണ്ടുവന്ന് കെട്ടി ആടിന് കുറച്ച് തീറ്റി അറുത്ത് കൊണ്ടുവന്ന് ഇവിടെ ഇട്ട് ഇതൊക്കെ ചെയ്ത് കോഴിയെ പിന്നെ തുറന്നു വിട്ട് അതുങ്ങൾക്കൊക്കെ തീറ്റിയൊക്കെ കൊടുത്ത് അങ്ങനെയുള്ള ചില പണികളെല്ലാം ചെയ്യുമായിരുന്നു. ഇനി നമുക്ക് ചോറൊക്കെ കഴിക്കേണ്ടുന്ന സമയമൊക്കെ ആയി വരുന്നു. അപ്പം നമുക്ക് അതൊക്കെ ഒന്ന് ചെയ്യാം. ആവുന്ന പോലെയൊക്കെ ഒന്ന് പാത്രമെല്ലാം കഴുകിയൊക്കെ വെച്ചു. ചീമച്ചക്കയെല്ലാം അവിടെ പിന്നെ അരിഞ്ഞ് എല്ലാം റെഡിയാക്കി എടുത്ത് വെച്ചേക്കുക. എന്നിട്ട് നമുക്ക് ഇനിയൊന്ന് പിന്നെ ആവുന്ന പോലെയൊക്കെ ഒന്ന് ചെയ്യുക. എനിക്കങ്ങ് തീരെ വയ്യ, എനിക്കങ്ങ് വയറ്റിനകത്തങ്ങ് വേദനയെന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു വേദന. എന്നാലും ആവുന്നത് പോലെയൊക്കെ എല്ലാമൊക്കെ ഒന്ന് ചെയ്യാം. മഴ പെയ്തുകൊണ്ട് ആകെപ്പാടെ ഒരു വല്ലാത്ത ഇതാണ്. അപ്പം ഞാൻ തേങ്ങ എല്ലാം തിരുമ്മി പിന്നെ ഇതിനകത്ത് എല്ലാ സാധനങ്ങളും ചേർത്തിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഞാൻ ഒരു 6-7 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. കുറച്ചേ ഉള്ളൂ. പിന്നെ വറ്റൽമുളക് പിന്നെ ആയതുകൊണ്ട് ചിലപ്പോൾ അതിന് കാശ്മീരി മുളകല്ല, വറ്റൽമുളകായതുകൊണ്ട് ചിലപ്പോൾ ഇച്ചിരി എരി കൂടിയാലോ. ഇതിന് ഒരുപാട് എരി വേണ്ട. 6-7 മുളക് ഞാൻ ചേർത്തിട്ടുണ്ട്. അത് നല്ല എരി തന്നെ ആയിരിക്കും. അതിനകത്ത് പിന്നെ ഒരു ഇതിന് ആവശ്യത്തിനുള്ള ഒരു 2-3 നുള്ള് പിന്നെ മല്ലി ചേർത്തിട്ടുണ്ട്. ഒരു നുള്ള് പിന്നെ ഉലുവ ചേർത്തിട്ടുണ്ട്. ഇത്രയും സാധനങ്ങളും ഇതിനകത്ത് പിന്നെ ഒരു കുഞ്ഞ് ടീസ്പൂൺ പിന്നെ പെരിഞ്ജീരകവും കൂടെ ചേർത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് ഞാനിതൊന്ന് പിന്നെ നല്ലപോലെ ഒന്ന് വറുത്ത് എടുക്കട്ടെ. എടുത്ത് നമുക്കിതൊന്ന് മിക്സിയിലോട്ടിട്ടൊന്ന് പൊടിച്ച് അരച്ചിഞ്ഞ് എടുക്കാം. അപ്പം ഞാൻ ഇതിലോട്ട് പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ഇച്ചിരി കടുക് വറുത്ത് ഞാൻ കോരിയെടുക്കുവാന്നേ. ബാക്കി കടുകും ഒക്കെ അതിൽ കിടന്നോട്ടെ. ഇത് നമ്മൾ ഈ കറി റെഡിയായി കഴിയുമ്പം ഇതിലിച്ചിരി കടുക് അങ്ങോട്ട് പൊട്ടിച്ചൊഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉള്ളിയും പിന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഞാനത് ചേർത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഇതിനകത്ത് ചേർക്കേണ്ട ഓരോരോ സാധനങ്ങളായിട്ട് നമുക്ക് ചേർക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് ഞാനിപ്പം വെളുത്തുള്ളി ഇട്ട് കേട്ടോ. വെളുത്തുള്ളി ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. നമ്മളിവിടെ മിക്കവാറും എല്ലാ കറികൾക്കുമൊക്കെ വെളുത്തുള്ളി ചേർക്കേണ്ടുന്നതിനൊക്കെ നമ്മൾ ചേർക്കാറുണ്ട്. ഇതിന് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ വെളുത്തുള്ളി ചേർത്തു. ഞാൻ തേങ്ങ വറുത്ത ചീനച്ചട്ടിയിൽ തന്നെ അങ്ങ് പിന്നെ എടുത്തതാണേ. എന്നിട്ട് ഞാനിനി അതിലോട്ട് കുറച്ച് തേങ്ങാക്കൊത്ത്. തേങ്ങാക്കൊത്ത് നമ്മൾ ഇറച്ചിക്കറിയുടെ ടേസ്റ്റാണ് ഇതിന് കേട്ടോ. ഇതുണ്ടാക്കുമ്പോൾ എല്ലാവർക്കും അറിയാം, മിക്കവാറും ഉള്ളവർക്കെല്ലാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് അങ്ങ് ബ്രൗൺ കളറാവണമെന്നോ അങ്ങനെയൊന്നുമില്ല. അത് ഇങ്ങനെ ഇപ്പം ഇതിൻ്റെ കൂടെ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് തന്നെ. ഞാനിതിനകത്ത് മീഡിയം സൈസ് 2 സവാള ചേർത്തിട്ടുണ്ട്. ഇവിടെ സവാളയൊക്കെ കൂടുതലാണ് എല്ലാവർക്കും ഇഷ്ടം. അച്ചാച്ചനുമൊക്കെ പിന്നെ ഉള്ളി സവാളയൊക്കെ നല്ലപോലെ ചേരുന്ന കറികളാണ് ഇഷ്ടം. കാരണം അച്ചാച്ചൻ നല്ലൊരു കുക്കാണ്. നമ്മൾ ചില സമയങ്ങളിൽ ഉണ്ടാക്കുന്ന അച്ചാച്ചന് ഇതിപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല.
എങ്ങനെയുണ്ട് അച്ചാച്ചാന്ന് കൊള്ളാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ചാച്ചൻ പറയും. അച്ചാച്ചന് ഇഷ്ടമായില്ലെങ്കിൽ കൊള്ളത്തില്ലെന്ന് പറയും, ഇഷ്ടമായില്ലെന്ന് പറയും. നമ്മളെല്ലാം പണികളെല്ലാം ചെയ്തിട്ട് വരുമ്പം അങ്ങനെ പറയുമ്പം ചിലപ്പോൾ നമുക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് അച്ചാച്ചന് ഇഷ്ടപ്പെട്ടില്ല നമുക്കും ചോദിക്കാൻ തോന്നും. എന്ന് വെച്ചാൽ ഞാനാണെങ്കിൽ ചെറുപ്പം മുതലേ തന്നെത്താനെ എല്ലാം ഉണ്ടാക്കി. എൻ്റെ ചേച്ചിയുടെ കല്യാണം പോയി കഴിഞ്ഞപ്പോൾ മുതൽ അമ്മച്ചി അങ്ങ് പ്ലാന്റേഷനിൽ പോവും. പിന്നെ ഞാനായിരുന്നു എല്ലാം ചെയ്യുന്നത്. അന്ന് എനിക്ക് 2 പശുക്കളുണ്ട്. ഞാൻ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോകുന്ന സമയത്ത് ഞാൻ ആരോടും 5 പൈസ മേടിച്ചിട്ടല്ല ബ്യൂട്ടീഷ്യൻ പഠിച്ചത്. എൻ്റെ കയ്യിൽ 2 വളയുണ്ടായിരുന്നു. ഞാൻ ആ വള 2 ഊരിക്കൊണ്ടുവന്ന് പണയം വെച്ചു. പിന്നെ പണയം വെച്ചിട്ട് ഞാനത് അന്ന് എനിക്ക് പഠിക്കുന്ന സമയത്ത് 4500 രൂപയായിരുന്നു എനിക്ക് പഠിക്കാൻ അന്ന് വേണ്ടുന്ന 3 മാസത്തെ കോഴ്സ്. അപ്പം ഞാൻ ആ പൈസ അങ്ങനെ ഞാൻ പഠിക്കുകയെല്ലാം ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ജോലിയൊക്കെ ആയി. പിന്നെ ഞാനങ്ങ് ഗൾഫിന് പോയി. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ പിന്നെ പൈസയൊക്കെ ഉണ്ടാക്കുകയും സ്വർണ്ണങ്ങളുണ്ടാക്കുകയും എടുക്കുകയും എല്ലാം ചെയ്തു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതൊക്കെ ആയി. അപ്പം പിന്നെ അമ്മയുടെ കാര്യങ്ങൾ നോക്കുമോ അങ്ങനെയൊക്കെ അന്ന് മുതലേ അങ്ങ് കഷ്ടപ്പാട് ഒറ്റയ്ക്ക്. പിന്നെ ഞാൻ തിരിച്ച് പോയ സമയത്ത് എൻ്റെ അമ്മച്ചിക്ക് ഒരു കുഴപ്പവും ഇല്ല. ഞാൻ തിരിച്ച് വന്നപ്പോഴത്തേനും എൻ്റെ അമ്മച്ചിയുടെ കാലെല്ലാം മുറിച്ചായിരുന്നു. അപ്പോഴത്തേക്ക് പിന്നെ എനിക്ക് പിന്നെ ആഹാരം ഉണ്ടാക്കി തരാനും ഒന്നും എൻ്റെ അമ്മച്ചിക്ക് പിന്നെ പറ്റിയിട്ടില്ല. അന്ന് മുതൽ ഇന്ന് വരെ എനിക്ക് മറ്റൊരു കൈകളിൽ നിന്ന് ആഹാരം ഉണ്ടാക്കി ഞാൻ അങ്ങനെ കഴിച്ചിട്ടില്ല. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കി എല്ലാവർക്കും കൊടുക്കുമോ, ഞാൻ തിന്നുമോ, എല്ലാ പണികളും എനിക്കങ്ങ് എന്നും എനിക്കങ്ങ് കഷ്ടപ്പാടായിരിക്കും. അങ്ങനെയൊക്കെയാണ് പിന്നെ എൻ്റെ ഒരു കാര്യങ്ങൾ എന്നും ഇതുപോലെ എനിക്കായിട്ട് ഉണ്ടാക്കി തരാനും. പിന്നെ നമ്മുടെ വീട്ടിൽ വേറെ ഒരാളും കൂടി ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു നേരത്തെ ആഹാരം ഒരാൾ ഉണ്ടാക്കി തിന്നുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അങ്ങനെയൊന്നുമുള്ള സന്തോഷങ്ങളൊന്നും എനിക്കില്ല. ഇത് ഉള്ളി ചെറുതായിട്ട് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഒരു പച്ച മണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ഇതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചീമച്ചക്ക ഇട്ട് കൊടുക്കാം. അത് ചെറുതായിട്ടൊന്നും അങ്ങനെ അങ്ങ് വഴണ്ടിതാവണമെന്നില്ല. അച്ചാച്ചനാണെങ്കിൽ നല്ലപോലെ വെളിച്ചെണ്ണ ഒഴിച്ച് വഴട്ടിയെടുക്കും. ഞാനിത് ചെറുതായിട്ടൊന്ന് വഴട്ടുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഒഴിച്ചിട്ടേ നമുക്ക് പിന്നെ അരച്ച് വെച്ചേക്കുന്ന അരപ്പും കൂടി ഇതിലോട്ട് ഒഴിച്ചെടുക്കാം. അപ്പം നമ്മുടെ തേങ്ങ വറുത്തരച്ചുണ്ടാക്കിയ നമ്മുടെ ചീമച്ചക്കക്കറി റെഡി ആയിട്ടുണ്ട്. എളുപ്പം വേവും. കറണ്ട് പോയി. പിന്നെ ഇപ്പം അല്ലാത്ത പ്രകാശം ഇപ്പോൾ ഉള്ളത്. പിന്നെ കണ്ട എല്ലാം റെഡിയായിരിക്കുന്നു. കളറൊക്കെ കാണാമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ എടുത്തു വെച്ചിരുന്ന ആ ഒരു പിന്നെ കടു വറുത്തത് ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ഇളക്കി എടുത്ത് കഴിഞ്ഞിട്ട് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പെരുംജീരകമൊക്കെ അരച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആ ഇറച്ചി വേവിക്കുന്ന അതേ മണമാണ് ഇതിനുള്ളത്. എല്ലാവർക്കും അറിയാം. ഇത് സാധാരണ എന്നെപ്പോലെ പ്രായമുള്ളവർക്കൊക്കെ അറിയാം. ചിലപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ പിന്നെ ഈ നാട്ടിലൊക്കെ ഉള്ളവർ ആണെങ്കിൽ നമ്മുടെ കേരളത്തിലുള്ളവരാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കും. വെളിനാട്ടിലുള്ളവർക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ അറിയാൻ സാധ്യതയില്ല. അപ്പോൾ താങ്ക് യു. എല്ലാവരും വീഡിയോ കാണണം. അടുത്ത വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് നാളെ കാണാം. താങ്ക് യു. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.